Hi friends, എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താർ സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്നാക്കാണല്ലോ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനാബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്ത് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണ എടുത്ത് ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷം ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെറിയ രീതിയിൽ കൊത്തിയരിയാണ് കേട്ടോ കട്ട്ലറ്റിനൊക്കെ നല്ലത് സവാള. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വട്ടത്തിൽ അരിഞ്ഞത് ഒരു പച്ചമുളക് അതും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് അതെല്ലാം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർത്ത്, അതിന് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 50 ഗ്രാം ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ ഉപ്പും മുളകും ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കന് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ്. കുക്കറിലിട്ടിട്ട് 2 വിസിൽ നടുകൊക്കെ ഇട്ടിട്ട് 2 വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഉടച്ചെടുത്തുള്ള അതുകൂടെ ഇതിൽ വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ അത് നമുക്ക് വേണ്ടത്, അതൊന്ന് തണുത്ത ശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും ആണ്. അപ്പോൾ ആ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് തണുത്ത ശേഷം ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ അതേ ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഷേപ്പാക്കി, അതെല്ലാം നിങ്ങൾക്ക് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ ആക്കിയാലും മതി, കൈ വെച്ചിട്ട് ആക്കിയാലും മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ആദ്യം മുട്ടയിലൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്താക്കിയാൽ അതിൻ്റെ ബ്രെഡ് ക്രംസ് ഒന്നും എണ്ണയിലേക്ക് ചാടില്ല കേട്ടോ. നമ്മളിങ്ങനെ അതിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ. എന്നിട്ട് ഓയിൽ ചൂടായ ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് ബ്രൗൺ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു കളറായി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ ഞാൻ ആദ്യത്തെ നല്ല ചൂടായി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഉള്ളി ഒന്ന് സവാള ഉണ്ടല്ലോ അതൊന്ന് കൂടിപ്പോയാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഉരുളക്കിഴങ്ങ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.